എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് വാട്ടർ സീൽ, അതായത് മെക്കാനിക്കൽ സീലിനെ കുറിച്ചാണ്. അപ്പം മെക്കാനിക്കൽ സീൽ പമ്പ് മോട്ടറിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് ടൈപ്പ് മെക്കാനിക്കൽ സീലുകളുണ്ട് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം പൊതുവിൽ പമ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ മോട്ടറും പമ്പുകളും കൂടി അറ്റാച്ച് ചെയ്ത ഒരു പോർഷനാണ് വരുന്നത്. അതിനാണ് പമ്പ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളതിൻ്റെ വാട്ടർ സീലിൻ്റെ ഉപയോഗം ഏത് ഭാഗത്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന പോർഷൻ മോട്ടർ സൈഡ്, ഈ കാണുന്ന പോർഷൻ പമ്പ് സൈഡ്. അപ്പോൾ ഈ പമ്പിനെയും മോട്ടറിനെയും കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ എൻഡിലാണ് നമ്മൾ ഇമ്പല്ലർ കണക്ട് ചെയ്യുന്നത്. ഇമ്പല്ലർ എന്ന് വെച്ചാൽ വെള്ളം സക്ക് ചെയ്ത് പമ്പ് ചെയ്യുന്ന റൗണ്ടിലുള്ള ഒരു സാധനം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഷാഫ്റ്റ് ഇനി പമ്പിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് വെള്ളം മോട്ടറിൻ്റെ അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ സീല് കണക്ട് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റിൽ നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് ഓറിങ് കൊടുത്തിട്ടുണ്ട്, അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പം വാട്ടർ സീല് കംപ്ലൈൻ്റായി വെള്ളം വന്നാൽ, ഷാഫ്റ്റിൽ വെള്ളം വന്നാലും ജസ്റ്റ് ആ ഓറിങ് അതിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ റബ്ബറിൻ്റെ ഒരു ഓറിങ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓറിങ് ഇട്ടേക്കണേ. ഇതാണ് നമ്മൾ പറഞ്ഞ വാട്ടർ സീല്. വാട്ടർ സീലിന് രണ്ട് പോർഷനാണുള്ളത്. ഒന്ന് ഫിക്സഡ് ആയിട്ട് മോട്ടറിൻ്റെ പമ്പിൻ്റെ അകത്ത് വരുന്ന ഹബിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുന്നതും, ഈ സ്പ്രിങ് ഉള്ള ഈ പോർഷൻ ഷാഫ്റ്റ്, അതായത് ഇമ്പല്ലർ വരുന്ന ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്യുന്നതും. ഈ സ്പ്രിങ് ഉള്ള പോർഷൻ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റോസ് കളറിൽ വരുന്ന ക്ലേയും റബ്ബറും കൂടിയ പോർഷൻ ആ ഹബിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഹബിൻ്റെ ഉള്ളിൽ വാട്ടർ സീലിൻ്റെ കണക്ഷൻ. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്പ്രിങ്ങിൻ്റെ പോർഷൻ ഷാഫ്റ്റിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അടിയിൽ കാണുന്ന ഈ റോസ് പോർഷൻ ഹബിനകത്ത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം ഈ ഷാഫ്റ്റിൻ്റെ വണ്ണത്തിനനുസരിച്ച് വാട്ടർ സീലിൻ്റെ ഡയൽ വ്യത്യാസം വരും. അപ്പോൾ ഈ കാണുന്ന റോസ് പോർഷനും ഈ ബ്ലാക്ക്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്പ്രിങ്ങോട് കൂടിയ സീലിൻ്റെ ഈ രണ്ട് പോർഷനും അതൊരു ക്ലേ ആണ്. അത് രണ്ടും സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട് ജോയിൻ്റ് ആയിരിക്കും. അതിനകത്ത് സ്ക്രാച്ചസ് വീഴോ പൊട്ടലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ടർ മോട്ടറിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ഈ പോർഷൻ ക്ലേ, മറ്റേ സീലിൻ്റെ അകത്ത് വരുന്നതും ക്ലേ. ഈ ക്ലേ നമ്മൾ ജോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹബ്ബ്, മോട്ടറിൻ്റെ പമ്പിൻ്റെ ഹബിൻ്റെ ഉള്ളിൽ റോസ് കളറുള്ള ക്ലേ, ഈ റബ്ബറും കൂടി പോർഷൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഷാഫ്റ്റയിൽ ഇത് ഈ സ്പ്രിങ്ങോട് കൂടിയ ഈ വാട്ടർ സീലിൻ്റെ ഈ പോർഷൻ, റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷൻ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലാണ് ഇമ്പല്ലർ. ഇപ്പോൾ കണ്ടോ റൊട്ടേറ്റ് ചെയ്യണുണ്ടോ, ഈ പോർഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റേ പോർഷൻ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിൽ വേരിയേഷൻ വന്നാലും ഈ വാട്ടർ സീല് കട്ടായിട്ട് വൈൻഡിങ് കംപ്ലൈൻ്റ് ആവും. അപ്പം ഇതുപോലെ ആ ഷാഫ്റ്റിലേക്ക്, ഇതാണ് ഇമ്പല്ലർ എന്ന് പറയുന്ന സംഭവം. ഈ സെൻറ്ററിൽ കാണുന്ന ഹോളിൽ കൂടെയാണ് വെള്ളം സക്ക് ചെയ്യുന്നത്, ഈ സൈഡിൽ കാണുന്ന ഇതിൽ കൂടെ വെള്ളം പമ്പ് ചെയ്യണേ. അപ്പം ഇങ്ങനെ നമ്മൾ ആ ത്രെഡുള്ള ഷാഫ്റ്റുകളുണ്ട്, അതായത് ഇമ്പല്ലറിൽ ത്രെഡുള്ളതുണ്ട്, അല്ലാതെ പല മോഡലുണ്ട്, അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അപ്പം ഈ ഗ്യാപ്പുണ്ട്, ഇത് ഇമ്പല്ലർ കയറി അതിനെ ലോക്ക് ചെയ്ത് അങ്ങ് നിർത്തുവാണ്. പിന്നെ അത് മുകളിൽ നിന്നുള്ള പോർഷൻ. അപ്പം ഈ ത്രെഡ് കണക്ട് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനും അതുകൊണ്ടും കൂടി സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട് ഫിക്സഡ് ആയിട്ടിരിക്കും. അപ്പം പിന്നെ വെള്ളം പമ്പിനകത്ത് എത്ര ഇത് ചെയ്യുന്നാലും ലീക്കാവില്ല. അപ്പം ഈ ഇമ്പല്ലർ മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഇനി പമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പമ്പിനകത്ത് മാത്രമായിരിക്കും വെള്ളം. പിന്നെ ഇമ്പല്ലർ ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ ഷാഫ്റ്റേക്കടെ വെള്ളം മോട്ടറിൻ്റെ അകത്തേക്ക് വരും. മോട്ടറിൻ്റെ അകത്തേക്ക് വന്നാൽ വൈൻഡിങ് ഡാമേജ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വാട്ടർ സീലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ മുകളിൽ നട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ പരിപാടി തീരും. അപ്പോൾ പല മോഡൽ പമ്പുകളുണ്ട്, പല മോഡൽ ഇമ്പല്ലറുകളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വാട്ടർ സീല് പല ടൈപ്പിലുണ്ട്. ഷാഫ്റ്റിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ വാട്ടർ സീല്. 19 RC എന്ന് പറയുമ്പോൾ 19 മില്ലിമീറ്റർ ഡയ വരുന്ന ഷാഫ്റ്റുകൾ, 16, 14, 12 തന്നെ 2 ടൈപ്പിൽ, DR, RC, അങ്ങനെ പല തിക്നെസ്സിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പം
അത് നമുക്ക് ഇനി കുറേ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്താലാണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. വാട്ടർ സീല് ഈ മോട്ടർ പമ്പിന് കണക്റ്റഡ് ആയിട്ടുള്ള മോട്ടർ പമ്പിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. റീവൈൻഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് നമ്മൾ വാട്ടർ സീലും മാറ്റി വിടണം, അല്ലെങ്കിൽ പിന്നീട് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക അറിയില്ലാത്തവരിലേക്ക്. ഇനിയും ചെറിയ വീഡിയോകളായിട്ട് വരാം, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ.